സംവിധായകൻ ഗാനരചയിതാവിനോട് പാട്ട് എഴുതേണ്ട സാഹചര്യം പറയുകയാണ്. ഒരു ഓണപ്പാട്ടാണ് എഴുതേണ്ടത്. ഈ ഓണപ്പാട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഓണാഘോഷം നടക്കുന്നത് കേരളത്തിന് പുറത്താണ്. പ്രവാസികളുടെ ഓണാഘോഷമാണ്. രാത്രിയിലാണ് ഈ ഓണാഘോഷം നടക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഫോൺ കോളിലൂടെ ഈ സാഹചര്യം കേട്ടപ്പോൾ തന്നെ ആദ്യത്തെ വരികൾ രചയിതാവിൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഇതിലും മനോഹരമായി പാട്ടിൻ്റെ കഥകൾ പറയുന്ന പാട്ട് വർത്തമാനക്കാരൻ ദിവാകൃഷ്ണൻ നമ്മളൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ പാട്ടിനെ വെച്ച് തന്നെ തുടങ്ങാം. ആ പാട്ടിൽ എന്താ കഥ? അതിൻ്റെ കഥ ഇപ്പൊ പറഞ്ഞത് തന്നെ കഥ. പിന്നെ എനിക്ക് തോന്നുന്നു അത് ഉണ്ണിമേനോനാണ് പാടിയിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാപ്പിനെസ് ഉള്ള ശബ്ദമാണ് ഉണ്ണിമേനോൻ സാറിന്റെ. അപ്പൊ ആ ഹാപ്പിനെസ് നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴും കിട്ടും. ഓണപ്പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന പേര് എനിക്ക് തോന്നുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ആയിരിക്കും. അതെ, തമ്പി സാറിന്റെ പാട്ടുകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഉത്രാട പൂനിലാവേവ, അതിന്റെ വരികളൊക്കെ ഭയങ്കര രസമാണ്. ഓണപ്പാട്ടെന്ന് പറയുമ്പോൾ അതിൽ ആഹ്ലാദവും സന്തോഷവും ഒരു നിറവും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ അതിൽ ഈ അതൊന്നും കയ്യെത്തി പിടിക്കാൻ പോലും പറ്റാത്തൊരു ജനവിഭാഗം കൂടി നമുക്കിടയിൽ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന വരികളാണ് ഉത്രാട പൂനിലാവേവ പാട്ടിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേക്ക് വരാനുള്ള കാരണം എന്താ? എനിക്ക് ഭയങ്കര കൗതുകം. പാട്ട് വർത്താനത്തിലോട്ടോ ഒറ്റ വാക്കി പറഞ്ഞ ഡിപ്രഷൻ. ഞാൻ ശരിക്കും ഡയറക്ഷനാണ്, കുറച്ച് ഷോർട്ട് ഫിലിംസ്, മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിലോട്ടൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ പേഴ്സണൽ ലൈഫിലൊക്കെ ആയിരുന്നാലും ചില തിരിച്ചടികൾ നേരിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതിനൊരു കാരണമുണ്ടെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണിത് തുടങ്ങുന്നത്. എന്തെങ്കിലും ചെയ്തൊന്ന് എൻഗേജ്ഡ് ആയിരിക്കാം, നമ്മുടെ മൈൻഡ് ഒന്ന് കൺവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചടി വരുമ്പോൾ പാട്ട് ആശ്വാസമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ പാട്ടിന്റെ കഥയിലേക്ക് പോകാൻ തോന്നിയതാണ് ഏറ്റവും കൗതുകം. കഥയിലേക്ക് അത് ഇപ്പൊ പോകുന്നതല്ല. ശരിക്കും ഞാൻ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ കാണിച്ചിട്ടായിരുന്നു. പഴയ ഡയറിയിൽ ഫുള്ള് പാട്ടുകളുടെ എല്ലാം വരികൾ ഞാൻ എഴുതി വെക്കുകയാണ്. പത്രങ്ങളിലൊക്കെ വരുന്ന ഈ പാട്ടിന്റെ കഥകളും ആ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത സാധനം കുറച്ചൊക്കെ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. കുറെയൊക്കെ ഞാൻ ഈ പാട്ടിന്റെ പുറകെയാണെന്ന് പറഞ്ഞ് വീട്ടുകാർ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാൻ കൊല്ലംകാരനാണ്. കൊല്ലത്തെ ONV എഴുതിയൊരു പാട്ടുണ്ട്, അത് സലീൽ ചൗധരി ടച്ചിലുള്ളൊരു പാട്ട്. അപ്പൊ അതിനെപ്പറ്റി ഓണപ്പോയി മലയാളിത്തമുള്ള പാട്ടുകളെന്ന് നമ്മൾ പറയുന്ന പല പാട്ടുകളും സംഗീതം ചെയ്തിട്ടുള്ളത് മലയാളികളായിരിക്കില്ല. ഇപ്പൊ ഈ വിദ്യാജിയുടെ കാര്യമായിരുന്നാലും സലിൽ ചൗധരി ബംഗാളിയാണ്. ഈ ഓണപ്പൂവേ ഓമൽപ്പൂവേ തന്നെ ONV സാർ എഴുതിയിട്ട് കമ്പോസ് ചെയ്ത പാട്ടല്ല, മ്യൂസിക് ഇട്ടതിന് ശേഷം ONV സാർ എഴുതിയ പാട്ടാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ. പാട്ട് എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. കാരണം ഈ പാട്ട് ഇഷ്ടമുള്ളവർക്ക് വരികളും സംഗീതവും ഉണ്ട്. അതിനപ്പുറത്തേക്ക് എൻ്റെ കഥകളോടെ കിട്ടുമ്പോൾ മറ്റൊരു അനുഭവ തലത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെ എത്തിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും ഓണാശംസകൾ, കഥ തുടരട്ടെ. ഓണാശംസകൾ, ഹാപ്പി ഓണം. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.